Hey guys, in today's lecture we'll be discussing clauses, but before moving on to clauses, let me give you a brief introduction on phrases. Now, what is a phrase? A phrase is a group of words that doesn't include subject and verb. Phrases'il subjectum verbum undavanamennilla. It is a group of words that doesn't include subject and verb. Let's take for that matter the phrase delicious meal. So delicious meal ഒരു phrase ആണ്. ഇവിടെ സബ്ജക്റ്റ് ഇല്ല, റൈറ്റ്? ഇവിടെ ആരാണ് ഡെലീഷ്യസ് മീൽ കഴിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല. സോ ദർ ഇസ് നോ സബ്ജക്റ്റ് ഇൻ ഡെലീഷ്യസ് മീൽ. ഡെലീഷ്യസ് ഹിയർ ഇസ് ആൻ ആഡ്ജക്റ്റീവ്. ഇറ്റ് ഇസ് എ മോഡിഫയർ. ഇറ്റ് മോഡിഫൈസ് ദ നൗൺ മീൽ which is a noun. So this is an example of a noun phrase. ഇതൊരു noun phrase in example ആണ്, where you have a modifier. It can be in the form of an adjective, it can be in the form of a determiner or an article. ഏത് ഫോമിൽ വേണോ വരാം, പ്ലസ് ഒരു noun എന്ന ഫോമാറ്റിലാണ് ഇവിടെ ഈ ഒരു group of words ne arrange ചെയ്തിരിക്കുന്നത്. So first there is an adjective and then there is a noun. So this is an example of a noun phrase. So a noun phrase is a group of words that contain a noun and its modifiers. ഈ noun നെ modify ചെയ്യുന്ന elements contain ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ noun phrase എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹെഡ് എന്ന് പറയുന്നത് noun ആയിരിക്കും. ഈ ഒരു ഫ്രേസിന്റെ ഹെഡ് എന്ന് പറയുന്നത് noun ആയിരിക്കും. ഇവിടെ മീലാണ് ഈ ഒരു ഫ്രേസിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഹെഡിനെ മോഡിഫൈ ചെയ്യുന്ന എലിമെന്റ് ആണ് ഡെലിഷ്യസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കോർ ആയിട്ടുള്ള എലിമെന്റ് ഹെഡായിട്ടുള്ള എലിമെന്റ് എന്ന് പറയുന്നത് മീലാണ്. ആൻഡ് ഈ മീലിനെ മോഡിഫൈ ചെയ്യുന്നതാണ് ഇവിടെ ഡെലീഷ്യസ് എന്ന് പറയുന്നത്. ഈ മീലിനെ നമ്മൾ വിശേഷിപ്പിച്ച് പറയുന്നതാണ് ഡെലീഷ്യസ് മീൽ എന്ന് പറയുമ്പോൾ, ഒരു വിശേഷണം കൊടുക്കുന്നതാണ്, അല്ലെ? അപ്പോൾ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ നൗൺ ഫ്രേസ്. സോ എ നൗൺ ഫ്രേസ് ഓഫൻ കണ്ടെയ്ൻസ് എ നൗൺ ആൻഡ് ഇറ്റ്സ് മോഡിഫയർ ആൻഡ് ടുഗെദർ ഇറ്റ് ആക്ട്സ് ആസ് എ നൗൺ. ഒരു നൗൺ ആയിട്ട് തന്നെ ഇത് ഒരുമിച്ച് ആക്ട് ചെയ്യും. സോ നമുക്കൊരു സെന്റൻസ് എടുക്കാം. ഈ ഡെലീഷ്യസ് മീൽ എന്ന ഫ്രേസ് വരുന്ന ഒരു സെന്റൻസ് എടുത്ത് നോക്കാം. അപ്പോൾ ഐ ഹാഡ് എ ഡെലീഷ്യസ് മീൽ. സോ ഐ ഹാഡ് എ ഡെലീഷ്യസ് മീൽ എന്ന സെന്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സബ്ജക്റ്റ് ഉണ്ടല്ലോ. ഇതൊരു സെന്റൻസ് ആണ്. സെന്റൻസ് കൺസ്ട്രക്ഷനിൽ ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഐ ഹാഡ് എന്ന് പറയുമ്പോൾ അത് ഒരു വേർബ് ഫോം ആണ്. ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് ഇത് ഒരു ഫൈനൈറ്റ് വേർബ് ഫോം ആണ്. ഇവിടെ ഒരു ടെൻസ് വന്നിട്ടുണ്ട്, അല്ലേ? പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ടെൻസ് എടുക്കുന്ന ഒരു ഫൈനൈറ്റ് വേർബ് ഫോം ആണ് ഹാഡ് എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് ഇവിടെ ഒരു ആർട്ടിക്കിൾ ആണ്. ഡെലിഷ്യസ് മീൽ എന്ന് പറയുമ്പോൾ ഡെലിഷ്യസ് ഇവിടെ ഒരു മോഡിഫയർ ആണ്. ഇവിടെ ഇതൊരു അഡ്ജക്റ്റീവ് ആണ്. മീൽ എന്ന് പറയുന്നത് നൗൺ ആണ്. അപ്പോൾ ഈ നമ്മൾ ഡെലീഷ്യസ് മീൽ മാത്രമായിട്ട് എടുക്കാം. ഇതിൽ ഡെലീഷ്യസ് മീൽ എന്ന് പറയുന്നത് ഇവിടുത്തെ നൗൺ ഫ്രേസ് ആണ്, റൈറ്റ്? അപ്പോൾ ഈ നൗൺ ഫ്രേസ് മറ്റൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സുമായിട്ട് ചേരുമ്പോഴാണ് ഒരു സെന്റൻസ് ഉണ്ടാകുന്നത്. ഐ ഹാഡ് എ എന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സുമായിട്ട് ചേരുമ്പോഴാണ് ഒരു സെന്റൻസ് ഉണ്ടാകുന്നത്. സോ ഇതിനെയാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഇസ് എ ഫ്രേസ്. നൗ എ ഫ്രേസ് ഇൻ ഇറ്റ് സെൽഫ് ഡസ് നോട്ട് മീൻ എനിത്തിങ്. ഒരു ഫ്രേസ് അതിനെ തന്നെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് മീനിങ്. ഒരു ഫ്രേസ് ആസ് സച്ച് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഡെഫിനിറ്റ് മീനിങ് ഉണ്ടാവണം എന്നില്ല. ഫോർ എക്സാമ്പിൾ ഡെലീഷ്യസ് മീൽ എന്ന് പറയുമ്പോൾ ഡെലീഷ്യസ് മീൽ എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അത് ആര് കഴിച്ചു, എന്ത് മീലാണ്, ഇതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ പറയുന്നില്ല. സോ ഡെലീഷ്യസ് മീൽ എന്ന് മാത്രം പറയുമ്പോൾ അതിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ഇല്ല. ഇറ്റ് ലാക്സ് ഡെഫിനിറ്റ് മീനിങ്. It only gains a definite meaning when another set of words is attached to it. I had a delicious meal എന്ന് വരുമ്പോൾ മാത്രമേ അതിനൊരു മീനിങ് ഉണ്ടാവുന്നുള്ളൂ. ആ സെന്റൻസിന് തന്നെ ഒരു മീനിങ് ഉണ്ടാവുന്നുള്ളൂ. ഞാൻ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചു എന്ന് പറയുമ്പോൾ അപ്പോഴാണ് അതിനൊരു മീനിങ് ഉണ്ടാവുന്നത്. സ്വാദിഷ്ടമായ ഭക്ഷണം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു മീനിങ് ഉണ്ടാവില്ല, റൈറ്റ്? ഒരു ഡെഫിനിറ്റ് മീനിങ് ഉണ്ടാവില്ല. സ്വാദിഷ്ടമായ ഭക്ഷണം എന്ന് മാത്രം പറഞ്ഞാൽ അതിനൊരു മീനിങ് ഇല്ല, അതിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള മീനിങ് ഇല്ല. പക്ഷേ ഞാൻ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒരു മീനിങ് ഉണ്ടാവുന്നു. സോ ഫ്രേസസ് ഹാസ് നോ ഡെഫിനിറ്റ് മീനിങ്. സോ ഫ്രേസസ് ലാക്ക് ഡെഫിനിറ്റ് മീനിങ്, റൈറ്റ്? ഫ്രേസസ് ലാക്ക് ഡെഫിനിറ്റ് മീനിങ്. അതാണ്
ഫ്രേസിൻ്റെ മറ്റൊരു പ്രത്യേകത, ഫ്രേസസിന് മീനിങ് ഉണ്ടാവണം എന്നില്ല. ഫ്രേസസിന് ഒരു സബ്ജക്റ്റും വേർബും ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. ഫ്രേസസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സബ്ജക്റ്റും വേർബും ഉണ്ടാവില്ല, ഫ്രേസസിന് ഒരു മീനിങ്ങും കാണില്ല. ഇറ്റ് ഹാസ് ടു അറ്റാച്ച് ഇറ്റ് സെൽഫ് ടു അനദർ സെറ്റ് ഓഫ് വേർഡ്സ് ടു ഫോം മീനിങ്. സോ ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ എ ഡെഫിനിറ്റ് മീനിങ് ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഇൻ എ സെൻറ്റൻസ്. ഒരു ഫ്രേസ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിച്ചാൽ മാത്രമേ അതിന് മീനിങ് ഉണ്ടാവൂ. ഡെലിഷ്യസ് മീൽ എന്ന് പറഞ്ഞാൽ മാത്രം അതിനൊരു മീനിങ് ഉണ്ടാവണം എന്നില്ല. ഐ ഹാഡ് എ ഡെലിഷ്യസ് മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ പൂർത്തിയായി, കംപ്ലീറ്റ് ആയി, അതിനൊരു ഡെഫിനിറ്റ് മീനിങ് ഉണ്ടായി എന്നാണ് അർത്ഥം. ആൻഡ് ഫസ്റ്റ് നമ്മൾ നൗൺ ഫ്രേസ് ഇപ്പോൾ പഠിച്ചു. ഇപ്പോൾ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് ഇറ്റ് ആക്ട്സ് ആസ് എ നൗൺ. സോ ഐ ഹാഡ് എ എന്ന് പറയുമ്പോൾ, ഐ ഹാഡ് എ ഡെലിഷ്യസ് മീൽ എന്ന് പറയുമ്പോൾ നമുക്കിതിലൊരു സബ്ജക്റ്റും ഉണ്ട്, പ്രെഡിക്കേറ്റ് ഉണ്ടല്ലേ. ഐ ഇസ് ദ സബ്ജക്റ്റ്, ഹാഡ് എ ഡെലിഷ്യസ് മീൽ എന്ന് പറയുന്നത് അതിൻ്റെ പ്രെഡിക്കേറ്റ് ആണ്. ആൻഡ് ഇവിടെ ഡെലിഷ്യസ് മീൽ എന്ന് പറയുന്ന ആ ഒരു നൗൺ ഫ്രേസ്, അത് ഐ ഹാഡ് എയും കൂടെ ചേർന്നപ്പോഴാണ് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു മീനിങ് അതിനുണ്ടായത്. ആൻഡ് അതർ ദാൻ ദാറ്റ്, വെൻ യു സേ ഐ ഹാഡ് എ ഡെലിഷ്യസ് മീൽ, എ ഡെലിഷ്യസ് മീൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഡെലിഷ്യസ് മീൽ ഹാഡിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് മാറും, റൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. SVO സ്ട്രക്ചർ വരുമ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ആൻഡ് ഈ വേർബിൻ്റെ ഒബ്ജക്റ്റായിട്ട് മാറുന്നുണ്ട് ഡെലിഷ്യസ് മീൽ. അപ്പോൾ ഇതൊരു നൗൺ ആയിട്ട് അവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ടുഗെദർ ഇറ്റ് ഫങ്ഷൻസ് ആസ് എ നൗൺ. സോ നൗൺ ഫ്രേസ് ഫങ്ഷൻസ് ആസ് എ നൗൺ. സോ നൗൺ ഫ്രേസിന് ഒരു നൗണിൻ്റെ ഫങ്ഷൻ ആണ് ഉള്ളത്. ഇറ്റ് ആക്ട്സ് ആസ് എ നൗൺ. ദെൻ വി ഹാവ് prepositional phrase. So prepositional phrase is a group of words consisting of a preposition, its object and any modifiers. So prepositional phrase-ൽ ഒരു preposition കാണും, preposition-ന്റെ object കാണും, ആൻഡ് എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫയർ കാണും. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഒരു prepositional phrase എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പ് എന്ന് പറയുന്ന ഒരു preposition ആണ് അല്ലേ. ഹിൽ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പ് എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ, ഹിൽ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ്, ഇവിടെ അതൊരു നൗൺ ആണ്. അപ്പ് ദ ഹിൽ എന്ന് പറയുമ്പോൾ ആ ഹില്ലിനെ മോഡിഫൈ ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിറ്റർമിനർ. സോ എ പ്രപ്പോസിഷണൽ ഫ്രേസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കൺസിസ്റ്റിംഗ് ഓഫ് എ പ്രപ്പോസിഷൻ, ഇറ്റ്സ് ഒബ്ജക്റ്റ് ആൻഡ് മോഡിഫയേഴ്സ്. ഇവിടെ മോഡിഫയറിന്റെ ഫംഗ്ഷൻ എടുക്കുന്നത് ദ എന്ന് പറയുന്ന ഡിറ്റർമിനർ ആണ്, റൈറ്റ്. അപ്പോൾ പ്രപ്പോസിഷണൽ ഫ്രേസിൽ എപ്പോഴും ഒരു പ്രപ്പോസിഷൻ കാണും, ദെൻ ഒരു ഒബ്ജക്റ്റ് കാണും. അപ്പ് ദ ഹിൽ എന്ന് പറയുമ്പോൾ, നോട്ട് ഹെൽ, അപ്പ് ദ ഹിൽ എന്ന് പറയുമ്പോൾ ഇത് ഒരു നൗൺ ആണ്. ബട്ട് അതർ ദാൻ ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ ആൻ ഒബ്ജക്റ്റ്, ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ആൻഡ് യു ഹാവ് a determiner over here which acts as a modifier. So ഇത്രയും കൂടുന്നതാണ് ഒരു prepositional phrase എന്ന് പറയുന്നത്. Prepositional phrase often consists of a preposition plus determiner plus noun, or we can also say that it contains a preposition, an object and a modifier. So ഇതാണ് ഒരു prepositional phrase-ന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഈ പ്രപ്പോസിഷണൽ ഫ്രേസ് നമുക്കൊരു സെന്റൻസിൽ യൂസ് ചെയ്താൽ അത് എങ്ങനെയായിരിക്കും? വി ക്ലൈംഡ് അപ്പ് ദ ഹിൽ. ഇവിടെ നോക്കിയേ, വി എന്ന് പറയുമ്പോൾ വി ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരും. ഈ സബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റ് ആണ് നമ്മുടെ ഹിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ അതിനെ കണക്ട് ചെയ്യാനായിട്ട് ഒരു പ്രപ്പോസിഷൻ ഉണ്ട്. ദെൻ നമുക്ക് ഒരു ഡിറ്റർമിനർ ഉണ്ട്. ഈ ഹില്ലിനെ മോഡിഫൈ ചെയ്യാൻ ദ ഹിൽ ആണ്. ദ ഹിൽ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഹില്ലിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ക്ലൈംഡ് എന്ന് പറയുമ്പോൾ ഇവിടെ അതൊരു വേർബ് ആണ്, റൈറ്റ്. ക്ലൈംഡ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ഫോം ആണ് എടുത്തേക്കുന്നത്. സോ ഇത് ഒരു ഫൈനൈറ്റ് വേർബ് ആണ്, റൈറ്റ്. ഇതൊരു ഫൈനൈറ്റ് വേർബ് ആണ്. നൗ നമ്മൾ ഒരു ഫ്രേസ് മാത്രം എടുക്കുമ്പോൾ അതിലൊരു ഫൈനൈറ്റ് വേർബോ
സബ്ജക്റ്റോ കാണണമെന്നില്ല. അപ് ദ ഹില്ലിൽ ഒരു ഫൈനൈറ്റ് വേർബും സബ്ജക്റ്റും ഇല്ല. പക്ഷേ ഒരു ഫൈനൈറ്റ് വേർബും സബ്ജക്റ്റും ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു സെന്റൻസ് ആയിട്ട് മാറൂ, അതൊരു മീനിങ് ഫുൾ സെന്റൻസ് ആയിട്ട് മാറൂ. അപ് ദ ഹിൽ എന്ന് പറഞ്ഞാൽ അതിനൊരു മീനിങ് ഒന്നും ഇല്ല. അപ് ദ ഹിൽ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ എടുത്താൽ ഇറ്റ് ഡസന്റ് ഹാവ് എനി മീനിങ്, ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. ബട്ട് വെൻ വി ആഡ് സം അതർ വേർഡ്സ് ടു ഇറ്റ്, ലൈക്ക് വി ക്ലൈംഡ് അപ് ദ ഹിൽ, വെൻ വി ആഡ് എ സബ്ജക്ട് ആൻഡ് എ വേർബ് ടു ഇറ്റ്, ഒരു സബ്ജക്റ്റും വേർബും ആഡ് ചെയ്തപ്പോൾ അതിന്റെ മീനിങ്ങേ മാറി. വി ക്ലൈംഡ് അപ് ദ ഹിൽ, നമ്മള് മലമുകളിൽ കയറി എന്ന അർത്ഥം വരും. മറ്റേത് അപ് ദ ഹിൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഡസന്റ് ഹാവ് എനി സെൻസ് അറ്റ് ഓൾ, ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. സോ ദിസ് ഇസ് എ prepositional phrase, and a prepositional phrase often contains a preposition and an object, and this object will often be modified using a modifier. Objectine നമ്മൾ ഒരു kind of വിശേഷണം കൊടുക്കാറുണ്ട് using a modifier, right? So a modifier will also be used in a prepositional phrase. Now after prepositional phrase we have verb phrase. Verb phrase എന്ന് പറയുന്നത് it is a group of words which include main verb and its modal or auxiliary verbs. Verb phrase എന്ന് പറയുന്നത് നമ്മുടെ noun phrase പോലെ തന്നെയാണ്. Verb phraseലെ മെയിൻ ആയിട്ടുള്ള എലിമെന്റ് എന്ന് പറയുന്നത് എന്താ? ഉറപ്പായിട്ടും verb phraseൽ verb കാണും അല്ലെ, മെയിൻ verb ഉറപ്പായിട്ടും കാണും. ഈ മെയിൻ verbന്റെ കൂടെ ഒന്നെങ്കിൽ auxiliary verbs കാണും, അല്ലെങ്കിൽ എന്തൊക്കെ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു modal verb കാണും, modal auxiliaries കാണും, അല്ലെങ്കിൽ auxiliary verbs കാണും, right? So verb phrase is a group of words that include the main verb and any of its modal or auxiliary verbs. നമുക്ക് ഒരു verb phraseന്റെ എക്സാമ്പിൾ എടുക്കാം. verb phrase മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ are working hard as ever. ഈ ഒരു കൺസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർ വർക്കിംഗ് ഹാർഡ് ആസ് എവർ, റൈറ്റ്? ഇവിടെ ആർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഇതൊരു ഓക്സിലറി ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ഒരു പ്രൈമറി ഓക്സിലറി ആണത്, റൈറ്റ്? പ്രൈമറി ഓക്സിലറി ആണ് ആർ എന്ന് പറയുന്നത്. വർക്കിംഗ് എന്ന് പറയുമ്പോൾ അത് ING ഫോം ആണ്, പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വർക്ക് ആണ്, ING ഫോം ആണ്. വർക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ വേർബ് ആണ്. വർക്കിംഗ് ഹാർഡ് ആസ് എവർ എന്ന് പറയുന്നതിനെ നമുക്ക് എഗൈൻ ഒരു ഫ്രേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ആസ് എവർ, റൈറ്റ്? ഹാർഡ് എന്ന് പറയുന്നത് എന്താ ഇവിടെ? അതൊരു ആഡ്വേർബ് ആണ്. വർക്കിംഗ് ഹാർഡിലെ ഹാർഡ് ഒരു ആഡ്വേർബ് ആണ്. ആസ് എവർ എന്ന് പറയുമ്പോൾ അത് ടുഗെദർ ആയിട്ട് നമുക്കൊരു ആഡ്വേർബിയൽ ഫ്രേസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം, ഹാർഡ് ആസ് എവർ എന്ന് പറയുന്നത്, ബിക്കോസ് ഇതെല്ലാം ആഡ്വേർബിന്റെ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ്, റൈറ്റ്? സോ ഇവിടെ നമുക്ക് ഒരു വെർബ് ഫ്രേസും ഉണ്ട്, ആഡ്വേർബിയൽ ഫ്രേസും ഉണ്ട്, റൈറ്റ്? ഹാർഡ് ആസ് എവർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആഡ്വേർബിയൽ ഫ്രേസ് ആണ്. ഇതെല്ലാം ആഡ്വേർബായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന, ഹാർഡ് ആസ് എവർ എന്ന് പറയുന്നത് ആഡ്വേർബായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആഡ്വേർബിയൽ ഫ്രേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഓക്സിലറി കാണും, ഒരു മെയിൻ വേർബ് കാണും, ദെൻ ഒരു ആഡ്വേർബിയൽ ഫ്രേസ് അല്ലെങ്കിൽ ഒരു ആഡ്വേർബ് കാണും. ഓക്കെ, അപ്പോൾ ഒരു വേർബ് ഫ്രേസിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഇൻക്ലൂഡ്സ് എ മെയിൻ വേർബ്, ആൻ ഓക്സിലറി വേർബ് that is attached to it, and then there will be an adverb or an adverbial phrase. ഒരു adverb അല്ലെങ്കിൽ adverbial phrase ഉണ്ടായിരിക്കും, right? So that is the third type of phrase. Then we have adjectival phrase. An adjectival phrase is a group of words that acts as an adjective. ഒരു സെന്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആഡ്ജക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ഒരു വേർഡ് അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ആഡ്ജക്റ്റൈവൽ ഫ്രേസ് എന്ന് വിളിക്കുന്നത്, റൈറ്റ്? സോ ആഡ്ജക്റ്റൈവൽ ഫ്രേസ് നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ ആഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് മാത്രമേ ഉള്ളൂ, ആഡ്ജക്റ്റൈവൽ എന്നില്ല, ബട്ട് ആഡ്ജക്റ്റൈവൽ ഫ്രേസ് എന്ന് തന്നെയാണ് അതിനെ വിളിക്കുന്നത്. സോ ഇൻ വൈറ്റ് ഡ്രസ്, അപ്പൊ ഇവിടെ ഇൻ വൈറ്റ് ഡ്രസ് എന്ന് പറയുമ്പോൾ ഇൻ അവിടെ ഒരു പ്രപ്പോസിഷൻ ആണ് അല്ലെ, ഇൻ ഒരു പ്രപ്പോസിഷൻ ആണ്. വൈറ്റ് എന്ന് പറയുന്നത് ഒരു ആഡ്ജക്റ്റീവ് ആണ്,
അത് ഡ്രസ്സിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഡ്രസ്സിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഡ്രസ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. സോ ആഡ്ജക്റ്റീവ് പ്ലസ് നൗൺ എന്ന് പറയുന്ന ഒരു ഫോമാറ്റിൽ വരുന്നതിനെ നമുക്ക് ആഡ്ജക്റ്റൈവൽ ഫ്രേസ് എന്ന് വിളിക്കാം. സോ ആൻ ആഡ്ജക്റ്റൈവൽ ഫ്രേസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ആക്ട്സ് ആസ് എൻ ആഡ്ജക്റ്റീവ്. ഒരു ആഡ്ജക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് ആഡ്ജക്റ്റൈവൽ ഫ്രേസ് എന്ന് പറയുന്നത്. സോ ദ ഗേൾ ഇൻ വൈറ്റ് ഡ്രസ്, the girl in white dress, in white dress എന്ന് പറയുമ്പോൾ the girl in white dress, നമുക്ക് ഇതിൻ്റെ അകത്ത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എടുക്കാം. ഇതിൻ്റെ സബ്ജക്റ്റ് എന്താണ്? the girl ആണ് ഇതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് എന്താണ്? in the white dress. സോ ഇവിടെ ഗേളിനെ വിശേഷിപ്പിക്കുന്നതാണ് വെള്ള ഉടുപ്പിട്ട പെൺകുട്ടിന്ന്. ഇൻ വൈറ്റ് ഡ്രസ്, വൈറ്റ് ഡ്രസ്സിലുള്ള കുട്ടി. ഇവിടെ ഗേളിനെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ എൻറ്റയർ ഫ്രേസ് ആ ഗേളിനെ വിശേഷിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളതിനെ ആഡ്ജക്റ്റൈവൽ ഫ്രേസ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്? ഈ എൻറ്റയർ ഫ്രേസ്, ഇൻ ദ വൈറ്റ് ഡ്രസ് എന്ന എൻറ്റയർ ഫ്രേസ് ആ പെൺകുട്ടിയെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മളതിനെ ആഡ്ജക്റ്റൈവൽ ഫ്രേസ് എന്ന് പറയുന്നത്. ദ ഗേൾ ഇൻ ദ വൈറ്റ് ഡ്രസ്, വിച്ച് ഗേൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഗേൾ ഇൻ ദ വൈറ്റ് ഡ്രസ് എന്ന് പറയാം. സോ ആ ഇൻ ദ വൈറ്റ് ഡ്രസ് മൊത്തത്തിൽ ആ പെൺകുട്ടിയെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ആഡ്ജക്റ്റൈവൽ ഫ്രേസ് എന്ന് പറയുന്നത്. ഒരു നൗണിനെ വിശേഷണം കൊടുക്കുന്നതല്ലേ ആഡ്ജക്റ്റീവ്, അതുപോലെ ഇവിടെയും ഈ സബ്ജക്റ്റിനെ വിശേഷണം കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ആഡ്ജക്റ്റൈവൽ ഫ്രേസ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്? ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു കാറ്റഗറിയും കൂടെയാണുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ്വേർബിയൽ ഫ്രേസ് ആണ്. സോ ആഡ്ജക്റ്റൈവൽ ഫ്രേസ് പോലെ തന്നെയാണ് ആഡ്വേർബിയൽ ഫ്രേസ് എന്ന് പറയുന്നതും. സോ ആഡ്വേർബ് ഫ്രേസ് എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത്, ബട്ട് റിയൽ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ആഡ്വേർബിയൽ ഫ്രേസ് എന്നാണ് യൂഷ്വലി പറയാറുള്ളത്. സോ ആഡ്വേർബിയൽ ഫ്രേസ് എന്ന് പറയുമ്പോൾ ആസ് ദ വേർഡ് ഇറ്റ് സെൽഫ് സജസ്റ്റ്, ഇറ്റ് ആക്ട്സ് ആസ് ആൻ ആഡ്വേർബ് ഇൻ എ സെന്റൻസ്. റൈറ്റ്? അപ്പോൾ ആഡ്വേർബ് ഇൻ എ സെന്റൻസ്, ടു ഗോ എബവ് ആൻഡ് ബിയോണ്ട്, നമുക്ക് ആ ഒരു ഫ്രേസ് എടുക്കാം. ടു ഗോ. സോ ഇവിടെ ടു ഗോ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, അവിടെ ഒരു വേർബ് വന്നില്ലേന്ന്. പക്ഷേ ഇത് ഒരു നോൺ ഫൈനൈറ്റ് വേർബാണ്. ടു ഗോ എന്ന് പറയുന്ന ഒരു നോൺ ഫൈനൈറ്റ് വേർബാണ്. ടു ഗോ എബവ് ആൻഡ് ബിയോണ്ട്, എബവ് ആൻഡ് ബിയോണ്ട്. ഇവിടെ എബവ് ആൻഡ് ബിയോണ്ടിനെ വിശേഷിപ്പിക്കാൻ ഗോ, എവിടെ വരെ പോകാം. സോ അഗൈൻ ആ വേർബ് ഗോയിനെ മോഡിഫൈ ചെയ്യാനാണ് എബവ് ആൻഡ് ബിയോണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ വേർബിനെ മോഡിഫൈ ചെയ്യാൻ, ആ വേർബിനെ എടുത്ത് കാണിക്കാനാണ് നമ്മൾ എബവ് ആൻഡ് ബിയോണ്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു ആഡ്വേർബിയൽ ഫ്രേസ് ആണ്. സോ ആൻ ആഡ്വേർബിയൽ ഫ്രേസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ആക്ട്സ് ആസ് എൻ ആഡ്വേർബ് ഇൻ എ സെന്റൻസ്. ഒരു സെന്റൻസിൽ ആഡ്വേർബ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ആഡ്വേർബിയൽ ഫ്രേസ് എന്ന് പറയുന്നത്. റൈറ്റ്? അപ്പോൾ അതിൻ്റെ ഒരു സെന്റൻസിൽ തന്നെ എക്സാമ്പിൾ എടുക്കാം. ടു എക്സെൽ ഇൻ സ്റ്റഡീസ്, ടു എക്സെൽ ഇൻ സ്റ്റഡീസ് we have to go above and beyond. To excel in studies we have to go above and beyond. So ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. നമ്മളൊരു സെന്റൻസ് ആയതുകൊണ്ട് സെന്റൻസിൽ സബ്ജക്റ്റ് കാണും. ടു എന്ന് പറയുന്നത് ഇവിടെ ഒരു നോൺ ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ്. ടു ഗോ എന്ന് പറയുന്ന നോൺ ഫൈനൈറ്റ് വേർബ് ഫോമാണ്. ഗോവിൻ്റെ നോൺ ഫൈനൈറ്റ് ആയിട്ടുള്ള വേർബ് ഫോമാണ് ടു ഗോ എന്ന് പറയുന്നത്. ആ ഒരു ഗോവിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആഡ്വേർബാണ് എബവ് ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്ന ആഡ്വേർബിയൽ ഫ്രേസ് ആണ്, നോട്ട് ആഡ്ജക്റ്റൈവൽ ഫ്രേസ്. ഇവിടെ എഴുതിയപ്പോൾ തെറ്റിപ്പോയി. ആഡ്വേർബിയൽ ഫ്രേസ് ആണ് above and beyond എന്ന് പറയുന്നത്. above and beyond is here an adverbial phrase. It acts as an adverb. ഒരു ആഡ്വേർബിന്റെ ഫംഗ്ഷൻ ആണ്, പക്ഷേ അതൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ചേർന്നല്ലേ ആഡ്വേർബ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആഡ്വേർബിയൽ ഫ്രേസ് എന്ന് പറയുന്നത്. റൈറ്റ്? ഒരു വേർബിനെ മോഡിഫൈ ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ആഡ്വേർബിയൽ ഫ്രേസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ആഡ്വേർബിയൽ ഫ്രേസ്. സോ ഈ മൂന്ന് ഫ്രേസസിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഈ മൂന്ന് ഫ്രേസസും നോക്കുക. ഇതല്ലാതെ തന്നെ വി ഹാവ് ഇൻഫിനിറ്റീവ് ഫ്രേസ്, ആബ്സല്യൂട്ട് ഫ്രേസ്, പാർട്ടിസിപ്പിൾ ഫ്രേസ് എക്സെട്ര. ബട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഫ്രേസസ് ആണ്. അപ്പോൾ എക്സാമിന് എടുത്തെഴുതാൻ പറഞ്ഞാലും യു മസ്റ്റ് ബി ഏബിൾ ടു റൈറ്റ് ഇറ്റ് ഡൗൺ. ഇപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിൽ ആഡ്ജക്റ്റൈവൽ ഫ്രേസ്, ആഡ്വേർബിയൽ ഫ്രേസ് അല്ലെങ്കിൽ നൗൺ ഫ്രേസ് എടുത്ത് എഴുതാൻ പറഞ്ഞാൽ യു ഷുഡ് ബി ഏബിൾ ടു
understand what it is all about, right? അപ്പോൾ noun phrase എന്ന് പറയുമ്പോൾ it acts as a noun. Adjectival phrase എന്ന് പറയുമ്പോൾ it acts as an adjective. Adverbial phrase എന്ന് പറയുമ്പോൾ it acts as an adverb. So that is all about phrases. ഇത് കൂടാതെ നമ്മൾ പറഞ്ഞ മറ്റൊരു ഫ്രേസ് ആണ് പ്രപ്പോസിഷണൽ ഫ്രേസ്. അതും ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. പ്രപ്പോസിഷണൽ ഫ്രേസിൽ എപ്പോഴും ഒരു പ്രപ്പോസിഷൻ കാണും, ദെൻ ഒബ്ജക്റ്റ് കാണും, ആൻഡ് ഒബ്ജക്റ്റിനെ മോഡിഫൈ ചെയ്യാൻ ഒരു മോഡിഫയറും കാണും. ഈ ഒരു ഫോമാറ്റിലായിരിക്കും പ്രപ്പോസിഷണൽ ഫ്രേസ് ഉള്ളത്. So once again, a quick recap. A phrase is a group of words that does not include a subject and a verb. ഒരു സബ്ജക്റ്റോ വെർബോ ഇല്ലാത്ത ഒരു സെറ്റ് ഓഫ് വേർഡ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. ഫ്രേസസ് യൂഷ്വലി ഡോണ്ട് ഹാവ് എ സബ്ജക്റ്റ് ആൻഡ് എ വെർബ്. നമ്മൾ സബ്ജക്റ്റും വെർബും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ സെന്റൻസ്. ഇവിടെയും ടു എക്സൽ ഇൻ സ്റ്റഡീസ് വി ഹാവ് ടു ഗോ അബവ് ആൻഡ് ബിയോണ്ട്. വി ഹാവ് ടു ഗോ, വി എന്ന സബ്ജക്റ്റും ഹാവ് ടു ഗോ എന്ന് പറയുന്ന വേർബും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് ആ ഒരു ഫ്രേസിന് ഒരു മീനിങ് ഉണ്ടായത്, റൈറ്റ്? അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ സെന്റൻസ്. ഫ്രേസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? എബവ് ആൻഡ് ബിയോണ്ട് മാത്രമായിരുന്നു. എബവ് ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ആഡ്വർബിയൽ ഫ്രേസ് ആയിരുന്നു, റൈറ്റ്? അപ്പോൾ ഫ്രേസ് എന്ന് പറയുന്നത്, ഫ്രേസ് is a group of words that doesn't include a subject and a verb. സബ്ജക്റ്റും വെർബും ഇല്ലാത്ത ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ഫ്രേസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ ഐ ഹാഡ് എ ഡെലീഷ്യസ് മീൽ എന്ന ഒരു സെൻറ്റൻസ് എടുത്താൽ അതിലെ ഫ്രേസ് എന്താണ്? ഡെലീഷ്യസ് മീൽ ആണ്. ഡെലീഷ്യസ് മീൽ അവിടെ ഒരു നൗൺ ഫ്രേസ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇറ്റ് ആക്ട്സ് ആസ് എ നൗൺ. നൗ വി ക്ലൈംഡ് അപ്പ് ദ ഹിൽ, ആ സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അപ്പ് ദ ഹിൽ ആണ് അവിടുത്തെ ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പ് ദ ഹിൽ എന്ന് പറയുന്നത് ഒരു പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്. പി നമ്മൾ പറയും, പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്. അപ്പ് ദ ഹിൽ എന്ന് പറയുമ്പോൾ അതിലൊരു പ്രപ്പോസിഷൻ ഉണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു മോഡിഫയർ ഉണ്ട്. പിന്നെ വരുന്ന ഫ്രേസ് എന്ന് പറയുന്നത് ആഡ്ജക്റ്റൈവൽ ഫ്രേസ് ആണ്. ആഡ്ജക്റ്റൈവൽ ഫ്രേസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ദ ഗേൾ ഇൻ വൈറ്റ് ഡ്രസ്, റൈറ്റ്? അപ്പോൾ ഇൻ വൈറ്റ് ഡ്രസ് എന്ന് പറയുമ്പോൾ അതിൽ വൈറ്റ് ഡ്രസ് എന്ന് പറയുന്നത് നമുക്കൊരു ആഡ്ജക്റ്റൈവൽ ഫ്രേസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ ഇൻ വൈറ്റ് ഡ്രസ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഡ്രസ്സാണ് ഇവിടുത്തെ ആഡ്ജക്റ്റൈവൽ ഫ്രേസ് എന്ന് പറയുന്നത്. ആ ഗേളിനെ വിശേഷിപ്പിക്കാനാണ് നമ്മൾ വൈറ്റ് ഡ്രസ് എന്ന് പറയുന്നത്, റൈറ്റ്? സോ ഇറ്റ് ക്വാളിഫൈസ് ദ നൗൺ. അതുകൊണ്ടാണ് അതിന് നമ്മൾ ആഡ്ജക്റ്റൈവൽ ഫ്രേസ് എന്ന് പറയുന്നത്. ആഡ്ജക്റ്റൈവൽ ഫ്രേസ് ഉണ്ട്. ദെൻ വെർബ് ഫ്രേസ് ഉണ്ട്. വെർബ് ഫ്രേസിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ആർ വർക്കിംഗ് ഹാർഡ് ആസ് എവർ. ഹാർഡ് ആസ് എവർ. സോ ഈ ഒരു സെൻറ്റൻസ് എടുത്താൽ ആർ വർക്കിംഗ് ഹാർഡ് ആസ് എവർ എന്ന് പറയുമ്പോൾ ആർ എന്ന് പറയുന്നത് അവിടെ ഒരു ഓക്സിലിയറി ആണ്. വർക്കിംഗ് എന്ന് പറയുന്നതാണ് മെയിൻ വേർബ് എന്ന് പറയുന്നത്. ആർ വർക്കിംഗ് എന്ന് പറയുന്നത് ING ഫോമിൽ വരുന്ന ഒരു മെയിൻ വേർബ് ആണ്. ഹാർഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ആഡ് വേർബായിട്ട് വരും. അഗൈൻ ഹാർഡ് ആസ് എവർ എന്ന് പറയുമ്പോൾ അത് ആഡ്വർബിയൽ ഫ്രേസ് ആയിട്ട് വരും. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ വേർബ് ഫ്രേസ്. ഒരു വേർബ് ഫ്രേസിന്റെ എക്സാമ്പിൾ ആണ് ആർ വർക്കിംഗ് ഹാർഡ് ആസ് എവർ. അപ്പോൾ ഇവിടെ ഒരു ഓക്സിലറിയും കാണും ഉറപ്പായിട്ടും, പിന്നെ ഒരു മെയിൻ വേർബും കാണും, റൈറ്റ്? ഒരു വേർബൽ ഫ്രേസിൽ അല്ലെങ്കിൽ വേർബ് ഫ്രേസിൽ, വേർബൽ എന്ന് നമ്മൾ അതിനെ വിളിക്കാറുണ്ട്, വേർബ് ഫ്രേസിൽ എപ്പോഴും ഒരു മെയിൻ വേർബും കാണും, പിന്നെ എന്താ കാണുന്നത്? ഒരു ഓക്സിലറി വേർബും കാണും. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ഇതെല്ലാം പോയിട്ട് വി ഹാവ് ആഡ്വർബിയൽ ഫ്രേസ്. ആഡ്വർബിയൽ ഫ്രേസ് ഉണ്ട്. ആഡ്വർബിയൽ ഫ്രേസിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എക്സൽ ഇൻ സ്റ്റഡീസ് വി ഹാവ് ടു ഗോ അബവ് ആൻഡ് ബിയോണ്ട്. വി ഹാവ് ടു ഗോ അബവ് ആൻഡ് ബിയോണ്ട്. അബവ് ആൻഡ് ബിയോണ്ട് ആണ് ഇവിടെ ആഡ്വേർബ് ആയിട്ട് പറയുന്നത്. ഒരു ഫ്രേസ് ആണ്, ആഡ്വേർബിയൽ ഫ്രേസ് ആണ്. ഗോ എന്ന് പറയുന്ന വേർബിനെ മോഡിഫൈ ചെയ്യുന്നതാണ് അബവ് ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്ന ആ ആഡ്വർബിയൽ ഫ്രേസ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഇതിലെല്ലാം ദർ ഇസ് നോ സബ്ജക്റ്റ്, does not have a subject and it does not have a verb. Verb എന്ന് പറയുമ്പോൾ ഒരു ഫൈനൈറ്റ് വേർബ് ഒരിക്കലും ഒരു ഫ്രേസിൽ കാണില്ല. അതാണ് ഫ്രേസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. A phrase refers to a group of words that doesn't include a subject
ആൻഡ് എ വേർബ്. സബ്ജക്റ്റും വേർബും ഇല്ലാതെ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ചേർന്നിരുന്നാൽ അതിനെ നമ്മൾ ഫ്രേസ് എന്ന് പറയും. അപ്പോൾ അതിൽ സബ്ജക്റ്റും വേർബും കാണില്ല, പക്ഷേ കുറച്ച് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഒരുമിച്ചിരിക്കും. ലൈക്ക് ഡെലീഷ്യസ് മീൽ. ഡെലീഷ്യസ് മീൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സബ്ജക്റ്റ് ഇല്ല, ഒരു വേർബ് ഇല്ല. ഡെലീഷ്യസ് എന്ന് പറയുന്ന ഒരു ആഡ്ജക്റ്റീവും മീൽ എന്ന് പറയുന്ന ഒരു നൗണും മാത്രമേ ഉള്ളൂ. സോ ആഡ്ജക്റ്റീവും നൗണും മാത്രമേ ഉള്ളൂ ഒരു നൗൺ ഫ്രേസിൽ. നൗൺ ഫ്രേസിൽ നൗൺ മാത്രമായിട്ടുള്ള നൗൺ ഫ്രേസസ് ഉണ്ട്, ഡിറ്റർമിനർ പ്ലസ് നൗൺ മാത്രമായിട്ടുള്ള നൗൺ ഫ്രേസസ് ഉണ്ട്. പ്രപ്പോസിഷണൽ ഫ്രേസസിൽ എപ്പോഴും പ്രപ്പോസിഷൻസ് കാണും, ദെൻ ഒബ്ജക്റ്റ് കാണും, ഒബ്ജക്റ്റ് ഓഫ് ദാറ്റ് പ്രപ്പോസിഷൻ കാണും, ഒരു മോഡിഫയർ കാണും. വേർബ് ഫ്രേസിൽ എപ്പോഴും ഓക്സിലറി വേർബ് കാണും, മെയിൻ വേർബ് കാണും, പിന്നെ ആഡ്വേർബിയൽ കാണാം വേർബ് ഫ്രേസിൽ. ആഡ്വേർബിയൽ ഫ്രേസിൽ എപ്പോഴും ഒരു വേർബും കാണും, ആഡ്വേർബിയൽ ഫ്രേസും കാണും, ആഡ്വേർബും കാണും. ദെൻ ആഡ്ജക്റ്റൈവൽ ഫ്രേസിൽ എപ്പോഴും ഒരു ആഡ്ജക്റ്റീവും കാണും, ഒരു നൗണും കാണും. റൈറ്റ്. സോ ആഡ്ജക്റ്റൈവൽ ഫ്രേസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റിനെ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ സബ്ജക്റ്റിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ആഡ്ജക്റ്റൈവൽ ഫ്രേസ് എന്ന് വിളിക്കുന്നത്. I hope that this was clear. I hope that this short lecture on phrases was clear. Now we shall move on to clauses.